ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഏത്തയ്ക്ക കനം കുറച്ച് സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയും 1 സ്പൂൺ പഞ്ചസാരയും കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് വേണ്ടി അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് 1 മുട്ടയും ചേർത്ത് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ബാറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയായ ഒരു സ്നാക്കാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനും. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക 2 സൈഡും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി അതേ പാനിലേക്ക് നമുക്ക് അല്പം അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസ് വിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാപ്പീരയോടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. 1 സ്പൂൺ പഞ്ചസാര കൂടി മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയൊന്നും കരിഞ്ഞു പോകരുത്. ഇനി അത് മാറ്റി അതേ പാനിലേക്ക് അല്പം നെയ്യ് തടവി നമ്മൾക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ചുറ്റിച്ചെടുത്ത് 1.5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, അടിക്ക് പിടിച്ച് കരിഞ്ഞൊന്നും പോകരുത്. അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയും ഈ തേങ്ങാപ്പീരയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ചൂടോട് തന്നെ അതൊന്ന് ചുറ്റിച്ചെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ഹെൽത്തിയുമാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോട് കഴിച്ചോളും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ രുചികരമായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.